ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട പോകുന്നത് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ആ ഒരു എഫക്റ്റാണ്. ഒരു അടിപൊളി വേവ് ആപ്പിൻ്റെ കൂടെ ഒരു അടിപൊളി ഷെയ്ക്കും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അടിപൊളി എഫക്റ്റാണ്. സോ നമുക്ക് എന്തായാലും ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. വെറും 5 എഫക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 2 ലെയേഴ്സ് ആഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം നമുക്കിനി എഫക്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. സോ എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ആദ്യം ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ടൈൽസ് എഫക്റ്റ് ആണ്. സോ ഡിസ്ട്രക്ഷൻ്റെ വാപ്പിൽ പോയിട്ട് നിങ്ങൾ ടൈൽസ് എഫക്റ്റ് ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോട് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് നിങ്ങൾ ഓസിലേറ്റ് ഷെയ്ക്ക് ഉണ്ടാവും, ജസ്റ്റ് അത് ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോട് കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആംഗിൾ നമ്മൾ 90 ഡിഗ്രി ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫൈൻ. ഇനി ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി നമ്മൾ 6 ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. 6.10 ഹെഡ്സ് ആക്കിയിട്ട് നമ്മൾ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മാഗ്നിറ്റ്യൂഡിലാണ് കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ മാഗ്നിറ്റ്യൂഡിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിങ്ങിലെ കീ നിങ്ങൾ 0 ആക്കി കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിലെ കീ നിങ്ങൾ 185 ആക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ നമ്മൾ ഈ ഒരു ഓസിലേറ്റ് ഷെയ്ക്കിൽ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്ന ഗ്രാഫ് ഈ ഒരു ഗ്രാഫാണ്. സോ കറക്റ്റ് ഈ ഒരു ഗ്രാഫിനെ നിങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ബാക്ക് വരാം. ഇനി നമ്മൾ ഫേസിൽ ആ കാര്യങ്ങളിലൊന്നും നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ബാക്ക് വരാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് വേവ് വാപ്പാണ്. സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രക്ഷൻ്റെ വാപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് വേവ് വാപ്പ് കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു വേവ് വാപ്പാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എഫക്റ്റ്. സോ ശ്രദ്ധിച്ചിരുന്ന് കാണാം. ഫേസിൽ നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഫേസിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കീലോട്ട് വന്നിട്ട് നിങ്ങൾ 1.0 ആക്കി കൊടുക്കുക. കറക്റ്റ് 1.0. ഓക്കെ, അതിനുശേഷം എൻഡിങ്ങിലോട്ട് വന്നിട്ട് നിങ്ങൾ 0 ആണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നമ്മൾ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക, 1.0 ആക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഗ്രാഫ് ശ്രദ്ധിച്ച് കാണാം. നമ്മൾ ഈ ഒരു ഗ്രാഫാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, കറക്റ്റ് ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈൻ, ബാക്ക് വരാം. അതിനുശേഷം നിങ്ങൾ ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ ആംഗിൾ നമ്മളിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് -38 ആണ്. -38. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ സ്പേസിംഗ് ആണ്. സോ സ്പേസിംഗ് നമ്മളിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് 9.5 ആണ്. ഓക്കെ ഫൈൻ. അപ്പോൾ സ്പേസിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാഗ്നിറ്റ്യൂഡാണ്. സോ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എൻഡിങ്ങിലെ കീ നിങ്ങൾ 0 ആക്കി കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിലെ കീ നിങ്ങൾ 4.5 ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിലും ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഗ്രാഫും സെയിം ആണ്. സോ വേവ് ആപ്പിൽ നമ്മൾ 2 ഗ്രാഫും സെയിം ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക, ആവശ്യം വന്നാൽ അപ്പോൾ എടുക്കാമല്ലോ. ഇനി നമ്മൾ വാർപ്പ് ആംഗിൾ ആണ്. വാർപ്പ് ആംഗിൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് 90 ഡിഗ്രിയാണ് വരുന്നത്. നമ്മളത് കറക്റ്റ് 45 ഡിഗ്രി ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഫൈൻ, കറക്റ്റ് 45 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡാമ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. സോ അതിൽ നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ബാക്ക് വരാം. സോ വേവ് വാപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു വേവ് വാപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 2 വേവ് വാപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിയിലത്തെ വേവ് വാപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ആംഗിൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡീഫോൾട്ടായിട്ട് നമ്മൾ നേരത്തെ ചെയ്തത് -38 ആണ്. ഈ ഒരു വേവ് വാപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് +38 ആണ്. ഓക്കെ, സോ +38 നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫൈൻ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തൊട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം.
ഇനി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സ്പോഷറാണ്. സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് നിങ്ങൾ എക്സ്പോഷർ ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം എക്സ്പോഷർ നിങ്ങളുടെ ചോയ്സ് ആണ്. സോ ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എക്സ്പോഷറിൽ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിലോട്ട് വന്നിട്ട് ഏകദേശം ഒരു 0.50 ഓർ 0.60 ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഗ്രാഫ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫാണ്. കറക്റ്റ് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രം ഒരു എക്സ്പോഷർ വന്നാൽ മതി, പിന്നെ ജസ്റ്റ് ഫെയ്ഡ് ആയിട്ട് പോയിക്കോളും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പോഷർ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് മോഷൻ ബ്ലറാണ്. സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ബ്ലറിൽ പോയിട്ട് നിങ്ങൾ മോഷൻ ബ്ലർ ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അത് സെലക്ട് ചെയ്തതിനു ശേഷം 1.0 ഡീഫോൾട്ട് ആയിട്ടുണ്ടാവുക. നമ്മളത് എടുത്തിട്ട് 3.0 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോഷൻ ബ്ലർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്താൽ വെറും 5 എഫക്ട്സ് വെച്ചിട്ട് 1, 2, 3, 4, 5, 6. സോ ആ ഒരു വേവ് വാപ്പ് 2 വരുന്നുണ്ട്, അത് നമ്മൾ കണക്കാക്കുന്നില്ല. ഓക്കെ, സോ 5 എഫക്ട്സ് വെച്ചിട്ട് നമ്മളിവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, കോപ്പി എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ലെയേഴ്സിലും കൊണ്ടിട്ട് ഈ ഒരു കാര്യം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ട എല്ലാ ലെയേഴ്സിലും ഈ ഒരു കാര്യം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ നമുക്കിവിടെ സംഭവം കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഗ്രാഫിലും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സിലൊക്കെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എന്തായാലും ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഫയലിൻ്റെ XML ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ താല്പര്യമുള്ളവർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു വേവ് ആപ്പാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.